നാളത്തെ പോരാട്ടത്തിൽ പ്രതിയോഗിയോട് പ്രതികരിക്കാനുള്ള ആയുധം നിനക്ക് ഇന്നേ ദൈവം നിന്നെ അണിയിക്കും. ഇതെന്തിനാ എനിക്ക് എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. നാളെ നീ അതിൻ്റെ മാഹാത്മ്യം അറിയും. ഒരിക്കലേ ഞാൻ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പരിസരങ്ങളിലൂടെ എൻ്റെ സുവിശേഷ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിന്ന് കൈകൊട്ടി എന്നെ വിളിച്ചു. ഞാൻ വേഗം സൈക്കിൾ നിർത്തി തിരിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ കെട്ടിടത്തിൻ്റെ മുമ്പിൽ എൻ്റെ സൈക്കിൾ വെച്ചു. അവരെന്നെ അകത്തേക്ക് വിളിച്ചു. ഞാൻ അകത്ത് ചെന്നു. ഒരു ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞ് ഇരുന്നു. അപ്പോഴാണ് ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ ഓഫീസാണ്, അല്ലെങ്കിൽ കാര്യാലയം ആണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അവർ സംഭാഷണം തുടങ്ങി. എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ശാന്തമായി മറുപടി പറയാൻ ശ്രമിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവർ ഭാവം മാറി എന്നോട് വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല ചെറുപ്പക്കാർ, വഴിയിൽ വെച്ച് എന്നെ സ്നേഹത്തോടെ വിളിച്ചു. ഞാൻ നിങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിച്ചാണ് വന്നത്. നിങ്ങൾ എന്നോട് മാന്യമായി ഇടപെടുന്നത് എനിക്ക് സന്തോഷകരമാണ്. അപ്പോൾ ഒരല്പം അവരൊന്ന് കുറഞ്ഞു. വീണ്ടും അവർ പല കാര്യങ്ങൾ സംസാരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികൾ പാശ്ചാത്യരുടെ സംസ്കാരമാണ് പിന്തുടരുന്നത്. ഈ നാടിൻ്റെ സംസ്കാരം അതിലൊക്കെ മെച്ചമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാശ്ചാത്യരുടെ സംസ്കാരത്തിലെ ഏത് കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നമ്മൾ ഈ നാട്ടുകാരാണ്, നമ്മുടെ സംസ്കാരമല്ല ഇത് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അതല്ല, അങ്ങനല്ല. അവർ അച്ഛൻ മകളെ വിവാഹം കഴിക്കും, സഹോദരങ്ങൾ അന്യോന്യം വിവാഹം കഴിക്കും. അങ്ങനെ വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു സംസ്കാരമാണ് അവർക്കുള്ളത്. നമ്മുടെ അങ്ങനെയൊന്നുമല്ല. ഇതിലേതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്ന്. ഞാൻ ഏത് പറഞ്ഞാലും അവർ വഴക്കുണ്ടാക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം ഇടപെട്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നെനിക്കറിയാം. ഞാൻ ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ അവരോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. ഞാൻ വായിച്ചിട്ടുണ്ട്, കൊല്ലാൻ വരുന്നവനോടും അവസാനത്തെ ആഗ്രഹമായി തുള്ളി വെള്ളം ചോദിച്ചാൽ ഒരു പക്ഷേ അവൻ്റെ മനസ്സിലൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ അവരോട് വെള്ളം ചോദിച്ചു. അല്പം കഴിഞ്ഞ് അവരൊരു ഗ്ലാസ് വെള്ളമൊക്കെ തന്നു. എന്നിട്ട് ഈ കാര്യത്തിന് ഉത്തരം പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കതിന് തെളിവ് ആവശ്യമാണ്. തെളിവില്ലാതെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയില്ല. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ഞാൻ പറഞ്ഞു, ഒരു ശബ്ദധാരാവലി നിങ്ങൾ സംഘടിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിപ്പോൾ ഇവിടുന്ന് സംഘടിപ്പിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ സംഘടിപ്പിക്കാമെന്ന് വെള്ളവും പോയി. ഒരു 2-3 മിനിറ്റിനിടയിൽ അയാൾ പുസ്തകവുമായിട്ട് വന്നു. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ഈ വലിപ്പം കാണും, നല്ല മുഴുത്ത ബുക്കാണ്. ബുക്കുമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 285 പേജ് ഒന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്തു. അതിൽ ആർദ്ര എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ബ്രഹ്മാവ് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഉദ്യാനത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ പിതാവിന് മകളോട് ഒരു താല്പര്യം തോന്നി. ആ താല്പര്യം തോന്നിയപ്പോൾ മകൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാനിൻ്റെ രൂപം ധരിച്ച് ഓടിപ്പോയി. പുറകെ ഈ ബ്രഹ്മാവ് ആൺമാനിൻ്റെ വേഷം ധരിച്ച് അതിൻ്റെ പുറകെ പാഞ്ഞു. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ അതിനെ എത്തി പിടിക്കുകയില്ല എന്നുള്ള നില വന്നപ്പോൾ പരമശിവൻ കൈലാസത്തിൽ ഇരുന്നത് കണ്ടു. അദ്ദേഹത്തിന് അത് സഹിച്ചില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഒരു അമ്പ ചെയ്ത് ഈ മൃഗത്തിൻ്റെ മാനിൻ്റെ തല ഛേദിച്ചു. അപ്പോൾ പെട്ടെന്ന് ബ്രഹ്മാവ് സ്വരൂപത്തിലേക്ക് വരികയും ശിവനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ശിവൻ എയ്ത ആ അമ്പ് ആണ് ആർദ്ര നക്ഷത്രമായി മാറിയത്. ശിരസ് തകർന്നു പോയ ശിരസ്, ആ മൃഗത്തിൻ്റെ ശിരസാണ് മകയിരം എന്ന നക്ഷത്രമായത്. ഇങ്ങനെ ആ സംഭവത്തിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും നിശബ്ദരായി. ഞാൻ പറഞ്ഞു,
ഈ വക സംസ്കാരങ്ങളെല്ലാം നമ്മുടെ ഇതിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. അന്ന് യൂറോപ്യന്മാർ കാട്ടുമൃഗങ്ങളെ പോലെ ജീവിച്ചിരുന്നവരാണ്. അന്ന് അവർക്ക് സംസ്കാരമൊന്നുമില്ല. പിന്നീടാണ് അവർക്ക് സംസ്കാരമായത്. പിന്നെ ഒരുപാട് ഞാൻ വിശദീകരിച്ചില്ല. ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് അവർ എന്തോ ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കിക്കൊണ്ട് വന്ന സമയം കൊണ്ട് ഞാൻ എണീറ്റ് സൈക്കിൾ എടുത്ത് യാത്രയായിപ്പോയി. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് പഠിപ്പോ അറിവോ മിടുക്കോ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ അതിൻ്റെ തലേ രാത്രിയിൽ ഞാൻ വിശ്രമിച്ചത് ഒരു കോളേജ് അധ്യാപകൻ്റെ വീട്ടിലായിരുന്നു. അദ്ദേഹം എനിക്കൊരു മുറി തന്നു. അതിലൊരു കിടക്കയും ഒരു മേശയും ഒരു കസേരയും ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് ഈ ശബ്ദധാരാവലി എന്ന് പറയുന്ന ഈ മുഴുത്ത പുസ്തകം ഉണ്ടായിരുന്നു. ഞാനതിനു മുമ്പ് അങ്ങനൊരു പുസ്തകം കണ്ടിട്ടില്ല. ഞാൻ യാദൃച്ഛികമായി ആ പുസ്തകം എടുത്ത് തുറന്നപ്പോൾ കണ്ടത് 284 പേജാണ്. പെട്ടെന്ന് എൻ്റെ കണ്ണ് ഈ ആർദ്ര എന്ന നക്ഷത്രത്തെക്കുറിച്ചുള്ള അതിലേക്ക് പോയി. പിറ്റേ ദിവസം അത് എനിക്ക് പ്രയോജനമായി തീർന്നു. ഒരു പുസ്തകവും മോശമല്ല, ഒരു ചിന്തയും ചെറുതല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.